തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. യോഹന്നാന്റെ ജനനം ഇസ്രായേൽ ജനതയുടെ ആത്മീയ സാമൂഹിക ജീവിതത്തിൽ ഒരു പുതിയ അധ്യായത്തിന് വാതിൽ തുറക്കുന്ന സംഭവമായിരുന്നു. ദീർഘകാലം അടഞ്ഞുകിടന്നിരുന്ന പ്രവാചക ദൗത്യത്തിന്റെ വാതിൽ അതോടുകൂടി തുറക്കപ്പെട്ടു. യഹൂദ ജനതയുടെ ആത്മീയവും ഭൗതികവുമായ ജീവിതത്തെ നിശ്ചിതമായി വിമർശിച്ച് തിരുത്തലുകൾക്ക് വിധേയപ്പെടുവാൻ അവരെ നിർബന്ധിക്കുന്ന ഒരു പ്രവാചക ശക്തിയായിരുന്നു യോഹന്നാൻ. യോഹന്നാന്റെ ഈ വിധത്തിലുള്ള വളർച്ചയ്ക്ക് പിന്നിലെ പ്രേരക ഘടകം കുടുംബത്തിനകത്ത് നിന്ന് ലഭിച്ച പരിശീലനമാണ്. അവൻ ആത്മാവിൽ ബലപ്പെട്ട് വളർന്നുവെന്നും അവൻ ഇസ്രായേലിനെ തന്നെത്താൻ പ്രത്യക്ഷപ്പെടുന്ന നാൾ വരെ മരുഭൂമിയിലായിരുന്നുവെന്നും ആണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 80-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആത്മാവിൽ ബലപ്പെട്ട് വളരുവാനും മരുഭൂമിയിൽ ഏകാന്ത ധ്യാനം പരിശീലിക്കുവാനുമുള്ള അവസരം കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് യോഹന്നാൻ ലഭിച്ചത് എന്ന് വേണം മനസ്സിലാക്കുവാൻ. യോഹന്നാന്റെ മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ നീതിയുള്ളവരും ദൈവത്തിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരെ നടക്കുന്നവരും ആയിരുന്നു എന്നാണല്ലോ അവനെക്കുറിച്ചുള്ള സാക്ഷ്യം. കുഞ്ഞുങ്ങളെ ശരിയായി വളർത്തുവാനുള്ള ആദ്യത്തെ പരിശീലന കേന്ദ്രം സ്വന്തം ഭവനങ്ങൾ തന്നെയാണ്. അവിടെ മാതാപിതാക്കളാണ് ഹെഡ്മാസ്റ്ററും ടീച്ചറും. അവിടെ പുസ്തകങ്ങളോ പ്രത്യേക സിലബസോ അല്ല പഠിപ്പിക്കുന്നത്. മാതാപിതാക്കളുടെ അനുദിന ജീവിതത്തിലെ പെരുമാറ്റ ശൈലിയും സംസാരവും ഇടപെടലുകളും മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ പുലർത്തുന്ന നിലപാടുകളും പ്രാർത്ഥനാ ജീവിതത്തിലെ നിഷ്ഠകളും ഒക്കെയാണ് പാഠ്യ വിഷയങ്ങൾ. ഇത് ഗുരുകുല സമ്പ്രദായത്തിൽ ഗുരുവിന്റെ വീട്ടിൽ കഴിയുന്ന ശിഷ്യൻ നേരിട്ട് കണ്ട് അഭ്യസിക്കുന്നതിന് സമാനമായ അഭ്യസന രീതിയാണ്. ഇത്തരത്തിൽ നല്ല പരിശീലനം ലഭിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ വലിയവരാകും എന്നതിൽ തർക്കമില്ല. യോഹന്നാന്റെ ജനനത്തെക്കുറിച്ച് ഗബ്രിയേൽ മാലാഖയുടെ അരുളപ്പാട് തന്നെ അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും എന്നായിരുന്നുവല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ വലിയവരാകണം എന്ന് ആഗ്രഹിച്ച് വളർത്തുന്ന മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ ദുഃഖിക്കേണ്ടി വരികയില്ല. എന്നാൽ ലോകപ്രകാരം കുഞ്ഞുങ്ങളെ വലിയവരാക്കുവാൻ വെമ്പൽ കൊള്ളുന്നവരാണ് ഇന്നത്തെ മാതാപിതാക്കളിൽ കൂടുതലും. അതുകൊണ്ട് തന്നെ അവർ വലിയവരായി തീരും. പക്ഷേ അവർ വളർന്ന് മാതാപിതാക്കളെക്കാൾ ഞങ്ങൾ വലിയവരായി എന്ന അഹങ്കാരത്തോടെ വളർന്ന ശേഷം ഒരു പരിധി കഴിയുമ്പോൾ മാതാപിതാക്കളോട് പുച്ഛവും നിന്ദയും ആയി അവരെ അപമാനിച്ച് പുറന്തള്ളുന്ന കാഴ്ച ഇന്ന് സർവ്വസാധാരണമാണ്. 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന്റെ ബ്രേക്ക് ഡാൻസിന്റെ ബിരുദ് വളരെ പുകഴ്ത്തി പറഞ്ഞ ഒരു പിതാവിനെ എനിക്കറിയാം. അവനെ പല വേദികളിലും അണിയിച്ചൊരുക്കി അഭിനയിപ്പിച്ച് മാതാപിതാക്കൾ അഭിമാനം കൊണ്ടു. അവൻ 12-ാം ക്ലാസ് വരെ കഷ്ടിച്ച് മാതാപിതാക്കളോട് കൂടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവൻ സിനിമാ ലോകത്തേക്ക് കടന്നു. ഇന്ന് അവൻ എവിടെയാണെന്ന് പോലും അറിയാതെ മാതാപിതാക്കൾ കണ്ണുനീരോടെ കാത്തിരിക്കുകയാണ്. മറ്റൊരു പിതാവ് കുഞ്ഞിനെ സൺഡേ സ്കൂളിൽ അയക്കുന്ന കാര്യം ആവശ്യപ്പെട്ടപ്പോൾ 6-ാം ക്ലാസ് കഴിഞ്ഞ് അവനെ അയക്കാം എന്ന് പറഞ്ഞു. കാരണം സൺഡേ സ്കൂൾ മലയാളം മീഡിയത്തിലായതുകൊണ്ട് നാക്ക് വളച്ചും ഉരുട്ടിയും ആണ് മലയാളം ഉച്ചരിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷ് ഭാഷയുടെ ഉച്ചാരണത്തിന് നാക്ക് വളയാതെയും ഉരുളാതെയും ഇരുന്നെങ്കിലേ ഉച്ചാരണം ശരിയാവുകയുള്ളൂ. അതുകൊണ്ട് അവൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നത് കൊണ്ട് 6-ാം ക്ലാസ് വരെ പഠിച്ച് ഇംഗ്ലീഷ് ഉച്ചാരണം ഉറയ്ക്കട്ടെ, അത് കഴിഞ്ഞിട്ട് സൺഡേ സ്കൂളിൽ അയക്കാം എന്ന് ആ പിതാവിനോട് പറയുകയുണ്ടായി. ഞാൻ ഒന്നും പറയാതെ ഇറങ്ങിപ്പോന്നു. വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ മറ്റൊരു സ്ഥലത്ത് വികാരിയായിരിക്കുമ്പോൾ ആ പിതാവിന്റെ മരണ വാർത്ത അറിഞ്ഞു. തിരക്കിയപ്പോൾ ആ മകൻ വിദേശത്തെവിടെയോ വലിയ ശാസ്ത്രജ്ഞനാണ്. ശാസ്ത്രജ്ഞന്മാരുടെ വലിയ കോൺഫറൻസിൽ പങ്കെടുക്കുന്ന തിരക്കിലായതിനാൽ ശവമടക്കിന് വരാൻ സാധിക്കുന്നില്ല. അമ്മ ക്ഷമിക്കണം, ഞാൻ ശാന്തമായി വന്ന് പിന്നീട് ഒരിക്കൽ അമ്മയെ ആശ്വസിപ്പിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് അവൻ്റെ ഫോൺ സന്ദേശം ലഭിച്ചതായി അറിഞ്ഞു. കുഞ്ഞുങ്ങളെ ലോകപ്രകാരം വലിയവരാക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അവരെ ദൈവസന്നിധിയിൽ വലിയവരാക്കി വളർത്തിയ ശേഷമേ ലോകപ്രകാരം വലിയവരാക്കുവാൻ അനുവദിക്കാവൂ എന്ന അടിസ്ഥാന ബോധം മാതാപിതാക്കൾക്ക് ഉണ്ടായിരിക്കണം. ഇത് യോഹന്നാന്റെ ജനനത്തിൽ നമുക്ക് ലഭിക്കുന്ന 1-ാമത്തെ സന്ദേശമാണ്. 2-ാമത്, യോഹന്നാൻ കറയില്ലാത്ത പ്രവാചകൻ ആയിരുന്നു. ജനങ്ങൾക്ക് അവനിൽ ഒരു ദോഷം കണ്ടുപിടിക്കുവാനില്ലാത്തവണ്ണം അവൻ തികഞ്ഞ വിശുദ്ധനായിരുന്നു. അവന്റെ മുഖത്ത് നോക്കി ആർക്കും അവനെ വിമർശിക്കുവാൻ ഭയമായിരുന്നു. സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ വിട്ട് ഓടിപ്പോകുവീൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ആരും ഉള്ളം കൊണ്ട് പറഞ്ഞ് അഹങ്കരിക്കരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും. വൃക്ഷങ്ങളുടെ ചൂടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് ചുട്ടുകളയും എന്ന് നിർഭയമായി ജനത്തിന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറയുവാൻ തൻ്റെ ഇടമുള്ള പ്രവാചകനായിരുന്നു യോഹന്നാൻ. നാം എല്ലാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിൽ ഒരു ദൗത്യ നിർവഹണത്തിന്റെ നിയോഗമുണ്ട്. ആ നിയോഗം നിർവഹിക്കണമെങ്കിൽ
കറ പുരളാത്ത ഒരു ആത്മബലം നാം ആർജിക്കണം. ഇത് യോഹന്നാൻ നമുക്ക് നൽകുന്ന സന്ദേശമാണ്. ഇന്നത്തെ പുരോഹിത സമൂഹത്തിനും വിശ്വാസി സമൂഹത്തിനും പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അപജയം ജനത്തിന്റെ വിമർശനത്തിന് നേരെ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വണ്ണം ആത്മശോഷണം സംഭവിച്ചിരിക്കുന്നു എന്നതാണ്. ജനത്തിന്റെ മുഖത്ത് നോക്കി തെറ്റും ശരിയും ചൂണ്ടിക്കാണിക്കുവാൻ ഇന്ന് നേതാക്കന്മാർ ഭയക്കുന്നു. കാരണം അവർ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന് ഉരുളുകയാണ്. ഇവിടെയാണ് യോഹന്നാന്റെ ആത്മബലത്തിന്റെയും ആത്മനൈർമല്യത്തിന്റെയും പ്രസക്തി നാം തിരിച്ചറിയേണ്ടത്. മൂന്നാമത്, യോഹന്നാൻ ലോകത്തോട് വിളിച്ചു പറയുന്ന ഏറ്റവും വലിയ സന്ദേശം അവൻ വളരണം, ഞാനോ കുറയണം എന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 3:30. എവിടെയും യേശു വളരണം, ദൈവരാജ്യം മഹത്വപ്പെടണം എന്ന് മാത്രം ചിന്തിക്കുവാനും എനിക്ക് പേരും പ്രശസ്തിയും വേണ്ട, ഞാൻ അവന് വേണ്ടി ജീവിക്കും, ഞാനോ കുറയണം എന്ന് എപ്പോഴും ചിന്തിച്ച് പ്രവർത്തിക്കുവാനും കഴിയുമ്പോൾ യോഹന്നാൻ സ്നാപകന്റെ സുവിശേഷം സഫലമാവുകയാണ്. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.